അതെ, നമ്മുടെ ബോട്ടിലേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നോക്കുമ്പോൾ ബോട്ട് നിറച്ച് വെള്ളമായിരുന്നു ഇന്ന് കാലത്തെ മഴയിൽ. അപ്പം ഞങ്ങളെല്ലാതും അത് കോരിയെടുത്ത് റെഡിയാക്കി മൊബൈലിൽ വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മേക്കരയിൽ ഒരാളുണ്ട്, ഞങ്ങൾ കുറച്ച് സ്റ്റാഫുകൾ ബോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊന്ന് ഓടിച്ച് നോക്കാമെന്ന് കരുതി. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളതേ ബോട്ടിലിങ്ങനെ കയറിയിരിക്കുകയാണ്. ബോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. നല്ല ഭംഗി കേട്ടോ, അടിപൊളിയായി. ഒരുപാട് ദൂരത്തോളം ഇങ്ങനെ പോവാൻ തോന്നിട്ടോ, പക്ഷെ അധികമൊന്നുമില്ല. ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന ഒരു ചെറിയൊരു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഹാപ്പിയാണ്. പിന്നെ വാക്കുകളില്ല. ചുറ്റും ആമ്പൽ പൊയ്കകളായിരുന്നു കേട്ടോ. സെൻറ്ററിലും നിറച്ച് ആമ്പൽ പൊയ്കകൾ തന്നെയായിരുന്നു. അതെല്ലാതും ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷമാണ് ഇവിടെ ബോട്ടിറക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നതിൽ എല്ലാവരും ഓരോരോ തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് എത്തുമോ? ഇവിടെ ആരുമില്ല, ഞങ്ങളുടെ ഓണർമാരൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് എന്തായാലും കുറച്ച് പേരെ ഇതിൽ കയറ്റണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ ട്രയലൊന്ന് ചെയ്യാൻ നോക്കിയത്. എന്തായാലും അത് സക്സസ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ആൾക്ക് ഇതിൽ കയറാൻ പറ്റാത്തതിൻ്റെ വളരെ വിഷമമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ബോട്ടിങ്ങിൽ അവളെ കയറ്റാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ചുറ്റും ഒന്ന് ഓടിച്ചു വരുമ്പോഴേ നമ്മൾ കരയ്ക്ക് നിന്ന് കണ്ട പോലെയല്ല കേട്ടോ. നമ്മളതിനോട് അടുത്തെത്തുമ്പോഴേ എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടേക്ക് അടുത്തെത്തുമ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഓർത്തു. പക്ഷേ ഞങ്ങളുടെ പാർക്കിലേക്ക് ആളുകൾ എത്തുന്നതുകൊണ്ട് അധികമൊന്നും ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയില്ല. എന്നാലും ഒരൊറ്റ പ്രാവശ്യം അടിപൊളിയായി തന്നെ ഞങ്ങൾ ഓടിച്ചു. ഇതിലെൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ആൾ ഓടിക്കുന്നത് കണ്ടാലറിയാം, അവളാണ് ഈ ബോട്ടിനെ എന്താ പറയുക, ബോട്ടിന് തലയിലേറ്റി കൊണ്ടുപോവാണെന്നുള്ള പോലെ വളരെ വിഷമിച്ച് ഓടിച്ച് വരുന്ന പോലെ കേട്ടോ ഇതിലാണ് കാണപ്പെടുന്നത്. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്ത് ഇങ്ങനെ ഓടിക്കുന്നതെന്ന്. അവൾ ഉയരമില്ലാത്തത് കൊണ്ടാണെന്നാണ് അവൾ പറഞ്ഞത്. എനിക്ക് ഉയരമില്ലാത്തത് കൊണ്ടേ. കണ്ടില്ലേ, അവളുടെ ചവിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിലാണ് ഈ ബോട്ട് മുഴുവനും പോണത്. എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയായി ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും കയറാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിത് കരയ്ക്ക് കയറൊക്കെ അടുപ്പിച്ച് കെട്ടി ഞങ്ങൾ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഓക്കേ.